Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. Your January month reading. What major blessings are coming for you in the month of January? എന്തൊക്കെ ചേഞ്ചസ് ആണ് എന്താണ് നിങ്ങളുടെ ജാനുവരി മന്തിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഓൾറൈറ്റ്, സോ ആസ് യൂഷ്വൽ ഇവിടെ 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ഏത് സ്റ്റോണിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, കളർ സെലക്ട് ഇറ്റ്, സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ജനറിക് റീഡിംഗ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാം. സെലക്ട് യുവർ സ്റ്റോൺ, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Hey, group number 1. Instead of calling you group number 1, I would like to call you as amethyst. Amethyst. Because group number 1, നിങ്ങളുടെ കരിയർ പാത്ത് കുറച്ചുകൂടി ക്ലിയർ ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങളുടെ ജോബിൽ എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണെന്നുള്ള മേജർ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതിലൂടെ നിങ്ങൾക്ക് ആക്ഷൻസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില ആളുകളെ നിങ്ങൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ റീസെന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, വലിയ രീതിയിലുള്ള വിഷൻസ്, വലിയ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ, ഒരു ജോലിയിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ, നിങ്ങളുടെ ചിന്താഗതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. ജോലിനെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ജോബിനെ പറ്റിയിട്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ പറ്റിയിട്ട് ഹൈ എക്സ്പെക്ടേഷൻ വെക്കേണ്ട ഒരു ടൈമാണ്. നോ മാറ്റർ നിങ്ങളുടെ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ നിങ്ങളുടെ ജോബിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. ആൻഡ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഹാബിറ്റ്സ് റീക്രിയേറ്റ് ചെയ്യുക. ഈവൻ അത് നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ജോബ് ഉണ്ടാവുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ചെയ്യുക. ആ ഒരു ഹൈ സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങൾ മെന്റലി അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് ഡെഫിനറ്റ്ലി നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്, നിങ്ങളുടെ ഫീലിംഗ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ജാനുവരി മന്ത് നിങ്ങളുടെ കരിയർ പാത്ത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഫിനാൻഷ്യൽ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചില ആളുകൾക്ക് ഒരു പ്രൊമോഷൻ ആയിരിക്കാം, ഓർ മേ ബി നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിരിക്കാം. വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നതായിരിക്കാം. കാരണം ആളുകൾ നിങ്ങളുടെ വർക്ക് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ക്ലയൻസ് ഓർ ഒരുപാട് ജോബ് എൻഗേജ്ഡ് ആവുന്ന ഒരു ടൈമും ആയിരിക്കാം. ഓക്കെ, സോ ഒരുപാട് ക്ലയൻസ്, ഒരുപാട് വർക്കിൽ ഒരുപാട് എൻഗേജ്ഡ് ആവുന്ന ഒരു ടൈമാണ്. കാരണം ജാനുവരി മന്ത് നിങ്ങളുടെ കരിയറിൽ ഒരുപാട് എൻഗേജ്ഡ് ആയിരിക്കും. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 ഇന്ന് മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി. ഗ്രൂപ്പ് നമ്പർ 1, ലെറ്റ്സ് സീ what major blessings are coming for you, group number 1. Alright, so group number 1 നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് കാത്തിരുന്ന എന്തോ ഒരു സിറ്റുവേഷന്റെ ഒരു എൻഡിങ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, ഓർ നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു പാസ്റ്റിൽ നിങ്ങൾ പോയിട്ടുള്ള ചില സിറ്റുവേഷൻസ്, ഓക്കെ, ലൈക്ക് അതുകൊണ്ട് നിങ്ങളുടെ രൂപത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ കേൾക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ എഫേർട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. സോ അതിനനുസരിച്ച്, ഈവൻ അത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടൈമിൽ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനനുസരിച്ച് ഡ്രസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, പ്രിപ്പയർഡ് ആവേണ്ട, അതായത് നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഫിസിക്കലി പ്രിപ്പയർഡ് ആവേണ്ട ഒരു ടൈമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കുറെ കാലമായിട്ട് മാരേജിനൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് റെഡി. നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിലൊക്കെ നിങ്ങൾ ഒരുപാട് ചേഞ്ചസ് വരുത്തുക. അതിനനുസരിച്ചുള്ള ഡ്രസ്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും റൈറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്കോ മാരേജിലേക്കോ വരുന്ന ഒരു ടൈമാണ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ ജോബിൽ അതുപോലെ ചേഞ്ചസ് വരുന്ന ഒരു ടൈമാണ്. സോ നിങ്ങൾ അതുപോലത്തെ ഡ്രസ്സസ് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ട്, ഒരു ജോലിയിലേക്ക് കയറുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ
പുതിയ ക്ലോത്ത് ഒക്കെ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി ചില ആളുകൾ നിങ്ങൾ ക്ലോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പാഷൻ ആയിരിക്കാം നിങ്ങളുടേത്. ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു സമയം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം. ബട്ട് ഗ്രൂപ്പ് നമ്പർ 1 യു ഗോണ വിൻ. ഓക്കെ, സോ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഒരു വിജയത്തിലേക്ക് എത്തിക്കും. സോ ട്രസ്റ്റ് ദ സിറ്റുവേഷൻ. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ കുറച്ച് കാലത്തിന് ശേഷം വളരെ ആക്റ്റീവ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്, എൻഗേജ്ഡ് ആവുന്നുണ്ട്, ആൾക്കൂട്ടത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതിനനുസരിച്ചുള്ള ഒരു ഡ്രസ്സ്, ഒരു ചേഞ്ച് ആക്ച്വലി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഓൾറൈറ്റ്, സോ നിങ്ങൾ ആക്ച്വലി ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്, ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ട്, ചോദിച്ച് വാങ്ങിക്കാൻ തുടങ്ങുന്നുണ്ട്. ഓൾറൈറ്റ്, മേ ബി നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ്ഡ് ആയിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1 ഇറ്റ്സ് ടൈം ഫോർ യു ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓൾറൈറ്റ്, നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതാണ് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത്. എന്തൊക്കെയോ കാര്യത്തില് ജനുവരി മന്ത് നിങ്ങൾ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആവുന്നുണ്ട്, നോട്ടീസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആളുകളെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലും മേജർ ഇവന്റ്സ് ജനുവരി മന്ത് സംഭവിക്കുന്നുണ്ട്. എന്തെങ്കിലും വിക്ടറി ആയിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾ വിൻ ചെയ്യുന്നതായിരിക്കാം. ചെറിയ കാര്യമായിരിക്കില്ല, അത് ആളുകളും കൂടെ നിങ്ങളുടെ കൂടെ ആഘോഷിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, അത് എക്സാംസ് ആയിരിക്കാം, ജോബ് ആയിരിക്കാം, നിങ്ങളുടെ അതുപോലത്തെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വിൻ ചെയ്യുന്നതോ, മാരേജ്, എൻഗേജ്മെന്റ്, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭവിക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ജനുവരി മന്ത് നിങ്ങൾ കംപ്ലീറ്റ് പവറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നിങ്ങൾ വരുത്തുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് തോന്നുന്ന ഒരു ടൈമാണ്, നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തോന്നുന്ന ഒരു ടൈമാണ്. ഈവൻ സിറ്റുവേഷൻ എത്ര കോമ്പറ്റീറ്റീവ് ആവുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ചില പ്ലേസസ് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ചാൻസസ് ഇല്ല, നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്ന ചില പ്ലേസസ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 യു ഹാവ് മോർ ചാൻസസ്, നിങ്ങൾക്ക് ഇനിയും ചാൻസസ് ഉണ്ടാവുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഒന്നിലും ഗിവ് അപ്പ് ചെയ്യാതിരിക്കാം. മേ ബി ഈ ഒരു ടൈമിൽ നിങ്ങൾ ചില പ്ലേസിൽ നിങ്ങൾക്ക് അത് വർക്ക് ആവുന്നില്ല, ചില സാഹചര്യം നിങ്ങൾക്ക് അത്ര ഒരു ഡീമോട്ടിവേറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ആക്ഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇനി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ചാൻസസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ജനുവരി മന്ത് നിങ്ങൾ അത് ചെയ്യണം എന്നുള്ളതല്ല, ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ എൻഗേജ്ഡ് ആണ്, പല ഏരിയാസിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുകയാണ്. ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്, ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്, സക്സസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ഫൈനലി ലൈക്ക് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് എണീറ്റ് വരുന്നുണ്ട്. ഓക്കെ, എണീറ്റ് വന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആൻഡ് നിങ്ങൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം ചില കാര്യങ്ങളിലേക്ക്, റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1, what major blessings are coming for you in the month of January? Group number 1, wedding, pregnancy, or passion. ഓക്കെ, ഇതിൽ 3 എണ്ണത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ ജനുവരി മന്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ചില ആളുകൾ അത് നിങ്ങളുടെ മാരേജ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്, നിങ്ങളുടെ വെഡിങ്, എൻഗേജ്മെന്റ് പോലത്തെ കാര്യങ്ങളാണ്. ചില ആളുകൾക്ക് അത് പ്രഗ്നൻസി ആണ്, ചില ആളുകൾക്ക് അത് നിങ്ങളുടെ പാഷൻ ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു ജോബ്, നിങ്ങളുടെ പാഷൻ, ഫിനാൻഷ്യലി ഉണ്ടാക്കുന്ന ഒരു ചേഞ്ചസ്, നിങ്ങൾ ചില കാര്യങ്ങൾ ഗ്രോ ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, ലൈക്ക് അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണോ ജനുവരി മന്ത് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സ്റ്റേബിൾ ആണ്, ലൈഫ് ലോങ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. ലൈഫ് ലോങ് എന്ന് മാത്രമല്ല, ഈവൻ നിങ്ങളുടെ ഓരോ ജനറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ ഒരു ബെനിഫിറ്റ്സ് മേ ബി ലൈക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷന് പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾഡ് ജനറേഷൻ ആഗ്രഹിച്ചിട്ടുള്ളതോ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കാര്യങ്ങളോ ആയിരിക്കാം മേ ബി ഈ ഒരു ജനുവരി മന്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഓർ മേ ബി ചില ആളുകളെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പാസ്റ്റ് ജനറേഷന്റെ എന്തൊക്കെയോ സിറ്റുവേഷൻ ഹീൽഡ് ആവുന്നുണ്ട്, ഓർ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ചില പ്ലേസസ്, ചില സിറ്റുവേഷൻസ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും മേജർ കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ജനുവരി മന്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്, അത് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഡൗട്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ന്യൂ ബർത്ത് ഫോർ യു. കാരണം നിങ്ങൾ ഒരു ബ്രേക്കിന് ശേഷമാണ് ഇതുപോലത്തെ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ന്യൂ ബർത്ത്.
നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്ര പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, ഒരു സ്ട്രഗിൾ. ഓക്കെ, നിങ്ങളുടെ ഒരു ഓൾഡ് വേർഷൻ. ഓൾറൈറ്റ്, സോ അത് കംപ്ലീറ്റ്ലി നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ജാനുവരി മന്ത് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുക്കണം എന്നുള്ളതല്ല, നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഒരു ഡിമാൻഡ് ആക്ച്വലി ഇൻക്രീസ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ പല ഏരിയാസിൽ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓരോ പ്ലേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആവുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളെ ആളുകൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളൊരു വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ആളുകൾ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട്, ആളുകൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ആളുകൾ നിങ്ങളെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അതുപോലത്തെ കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ജാനുവരി മന്ത് നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളൊരു വൈഫ് ആണെന്നുണ്ടെങ്കിലോ നിങ്ങളൊരു അമ്മയാണെന്നുണ്ടെങ്കിലോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫാമിലി കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജാനുവരി മന്ത്. നിങ്ങളുടെ ഒരു വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങളുടെ ആബ്സെൻസ് എന്ന് ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഫാമിലി എന്നുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ കുട്ടികളായിരിക്കാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഒരു റോൾ, ചില ആളുകളുടെ ലൈഫിൽ എന്താണ് നിങ്ങളുടെ ഒരു മേജർ റോൾ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ആബ്സെൻസ് കാരണം നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് എന്തെങ്കിലും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കൊണ്ട് നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആബ്സെൻസ് ഏതോ രീതിയിൽ നിങ്ങൾ കാണിക്കുന്നുണ്ട്, അവിടുന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഓൾറൈറ്റ്, സോ വിച്ച് ഓൾസോ മീൻസ് ലൈക്ക് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, ടെമ്പററി ആയിട്ടെങ്കിൽ നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ ആബ്സെൻസ് നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, ഫോക്കസ് ഓൺ യുവർ കരിയർ. ജാനുവരി മന്ത് നിങ്ങൾ മേജർ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്നതും. ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ജാനുവരി മന്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ജാനുവരി മന്ത് നിങ്ങൾ കുറെ കാലമായിട്ട് സേവ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പ്രോപ്പർട്ടി ആയിരിക്കാം, ചില ആളുകൾക്ക് അത് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു ലോങ് ടേം സേവിങ്സ് നിന്ന് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. മേ ബി അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ പോലെ എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ സർപ്രൈസിങ് പ്രോഫിറ്റ്, സർപ്രൈസിങ് ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് വളരെ പേഷ്യൻസ് ആയിട്ട് ശ്രമിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഡെഫിനറ്റ്ലി പ്രഗ്നൻസി പോലത്തെ കാര്യങ്ങൾ, നിങ്ങൾക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1. Alright, ഗ്രൂപ്പ് നമ്പർ 1. സോ ജാനുവരി മന്ത് നിങ്ങൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ചില സെൻസ് ഓപ്പൺ ആവുന്ന ഒരു ടൈമാണ്. ലൈക്ക് നമ്മുടെ ഒരു തേർഡ് ഐ ഓപ്പൺ ആവുന്നത് പോലെ. ഓക്കെ, നമ്മുടെ ഒരു പവർ ഓപ്പൺ ആവുന്നത് പോലെ ചില ഇൻസൈറ്റ് തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ജാനുവരി മന്ത് സ്പിരിച്വലി. ഓക്കെ, കാരണം ചില ആളുകൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാനുവരി മന്ത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഇത്ര പവർഫുൾ ആവാൻ സാധിക്കും, നിങ്ങൾക്ക് ഇത്ര സ്ട്രെങ്ത് ഉണ്ടാവും, നിങ്ങൾക്ക് ഇത്ര ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഓർ ഗോഡ്. നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുണ്ട് എന്നുള്ളത്, നിങ്ങൾ എത്രമാത്രം സേഫ് ആണ്, നിങ്ങൾ എത്രമാത്രം സപ്പോർട്ടീവ് ആണ് എന്നുള്ളതൊക്കെ കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് മെമ്മറബിൾ ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ജാനുവരി മന്ത് നിങ്ങൾ ഒരുപാട് മെമ്മറീസ്, സ്നേഹം കൊണ്ട് ഒരുപാട് മെമ്മറീസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും മേജർ വിഷ് ജാനുവരി മന്ത് നിങ്ങൾക്കത് ഫുൾഫിൽ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ മാരേജ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്, റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, കംപ്ലീറ്റ് ബാലൻസ്. ഓക്കെ, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ പാഷൻ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം, സ്നേഹം, ലവ്, റിലേഷൻഷിപ്പ് എല്ലാം നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജി ഉണ്ടെങ്കിൽ
നിങ്ങളുടെ പ്രസൻസ് ഒരു മകളായിട്ട്, ഒരു ഫ്രണ്ട് ആയിട്ട്, ഒരു ലവറായിട്ട്, ഭാര്യയായിട്ട്, അമ്മയായിട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഫാമിലിയിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫാമിലിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ ആദ്യമായിട്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് വൈഫ് ആവുന്നതായിരിക്കാം, അമ്മയാവുന്നതായിരിക്കാം, അച്ഛനാവുന്നതായിരിക്കാം. ഓക്കെ, കാരണം ബർത്ത് ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ തന്നെ ഒരു ന്യൂ ബർത്ത് ആണ്, ഓർ നിങ്ങൾ ഒരു കുട്ടിക്ക് ബർത്ത് കൊടുക്കുന്നതാണ്. ഒരു സ്ട്രോങ് മേ ബി ലൈക്ക് എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ ബർത്തിന് തയ്യാറാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ജനറേഷനും നിങ്ങളുടെ വരാൻ പോകുന്ന ഒരു ജനറേഷനും കൂടെ റിലേറ്റഡ് ആണ്. ഓക്കെ, മേ ബി നിങ്ങളുടെ പാസ്റ്റ് ജനറേഷൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ബർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ബർത്ത് ആയിരിക്കാം. ഓക്കെ, ആ ഒരു കുട്ടി കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രൗഡ് ആയിട്ടും ഒരുപാട് അച്ചീവ്മെന്റ്സും മേ ബി ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ തന്നെ ഒരു റീബേർത്ത് ആണ്. ഓക്കെ, കാരണം നിങ്ങൾ ആക്ഷൻസിലേക്ക് വരികയാണ്. അത് നിങ്ങളായിട്ട് ചെയ്യൂ എന്ന് പറയുന്നില്ല. നിങ്ങൾ ഡെഫിനറ്റ്ലി ജാനുവരി മന്ത് അത്ര പവർഫുൾ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അത് ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരേ ഒരു മെസ്സേജേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് ഇനി ചാൻസസ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, എസ്പെഷ്യലി നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ട്രൈ ഇറ്റ് അഗെയിൻ ആൻഡ് യു വിൽ അച്ചീവ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey, group number 2, your January month reading. What major blessings are coming for you? എന്താണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്? സോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് നിങ്ങളെ ചാർജ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളിൽ ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് തോന്നും, ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ട് തോന്നാം. ഓക്കെ, ആൻഡ് വെരി കെയർഫുൾ നിങ്ങൾ എന്താണ് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഒരുപാട് ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എനർജറ്റിക്കലി നിങ്ങൾ ഒരുപാട് വീക്ക് ആയിട്ട്, ഡൗൺ ആയിട്ട്, എക്സോസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാർജ് യുവർ സെൽഫ്. ഓക്കെ, സോ ചാർജ് ചെയ്യാൻ മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാം. ഓക്കെ, ഓർ പ്രോപ്പർ ഷവർ ചെയ്യാം. റൈറ്റ്, വെള്ളം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഹീൽ ചെയ്യണം, നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യണം നിങ്ങളുടെ ശരീരം. ആൻഡ് ഇറ്റ്സ് വെരി കെയർഫുൾ ലൈക്ക് നിങ്ങൾ ആരായിട്ടാണ് റിലേഷൻഷിപ്പിലുള്ളത്. ഓക്കെ, എങ്ങനത്തെ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതും ഒരു റീസൺ ആയിരിക്കാം നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആവുന്നത്. മേ ബി നിങ്ങൾ റോങ് ആയിട്ടുള്ള പ്ലേസിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചാർജ് യുവർ സെൽഫ് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, ഹീൽ ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, ഓർ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്ന, നിങ്ങൾക്ക് ഒരുപാട് എനർജി തരുന്ന മ്യൂസിക് ഒക്കെ കേൾക്കുന്നത് നല്ലതാണ്. അതുപോലത്തെ പ്ലേസിൽ നിങ്ങൾ പോകുന്നത് നല്ലതാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ വരുന്നത് ഡാൻസ്, എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, യോഗ. ഓക്കെ, ഫിസിക്കലി നിങ്ങൾ ഒരുപാട് മൂവ്മെന്റ്സ് കൊടുക്കേണ്ട ഒരു ടൈമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ക്ലെൻസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ എക്സോസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾ സൗണ്ട്, ഓക്കെ, സംസാരം, മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിൽ കൺട്രോൾ. ഓക്കെ, കൺട്രോൾ യുവർ വോയിസ്, വേർഡ്സ്. Tip number 2, your January month reading. What major blessings are coming for you? Group number 2, your January month reading. Okay, you are coming back to your home. വീട്ടിലേക്ക് വരാണ് ചില ആളുകൾ കുറെ കാലത്തിന് ശേഷം. Okay, and exactly relate my previous message. നിങ്ങൾ വീട്ടിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ മിസ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ശരീരവും മനസ്സും സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. സോ ചില ആളുകൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. ചില ആളുകൾ നിങ്ങൾ കുറെ കാലത്തിന് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. വെക്കേഷൻ ആയിരിക്കാം. ഓക്കെ, ഫാമിലിയിലേക്ക് വരികയാണ്. നിങ്ങളുടെ എന്തൊക്കെയോ അച്ചീവ്മെന്റ്സ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ഫാമിലി ആയിട്ട് കാണുന്നത് അവരിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു ചില ആളുകൾക്ക് നിങ്ങളുടെ ഹോം മിസ് ആവുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ, റൈറ്റ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ആഫ്റ്റർ ലോങ് ടൈം, ആഫ്റ്റർ ഇയർ ടൈം, ആഫ്റ്റർ 10 months ടൈം നിങ്ങൾ നിങ്ങളുടെ ഒരു
പാർട്ട്ണർ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഹോം ഫീലിങ്സ് തോന്നുന്ന ആ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ തിരിച്ച് കണക്ട് ചെയ്യുന്നതാണ്. ചില ആളുകൾ നിങ്ങൾ കുറെ കാലത്തിന് ശേഷം നിങ്ങളുടെ ഫാമിലിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് ഇൻ ദ മന്ത് ഓഫ് ജാൻവരി. ഓക്കെ, കാരണം നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിൽ വെയിറ്റ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ വേറെ കൺട്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ കൺട്രിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ കാണാനുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ജാൻവരി മന്ത്. ഓക്കെ, സോ നിങ്ങളുടെ സംസാരം ജാൻവരി മന്ത് നിങ്ങൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ സംസാരം, ചില അപ്രൂവൽസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ ചില അധികാരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പ്രൊമോഷൻ ആയിരിക്കാം, ഓർ മേ ബി നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതായിരിക്കാം. ഓർ ചില ആളുകൾ നിങ്ങൾ ആ ഒരു അധികാരം കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ചില ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ സെൽഫ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്. ഓക്കെ, ഒരു ടൈമിൽ നിങ്ങളുടെ വാക്കുകൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഇമോഷൻസ്, വാക്കുകളും ഇമോഷൻസ് ആയിരിക്കാം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു ടൈം അല്ലെങ്കിൽ ജാൻവരി മന്ത് നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വാക്കുകൾക്ക് ആ ഒരു പവർ ഉണ്ടാവുന്നുണ്ട്. ജേർണി, യാത്രയാണ് മെയിൻ ആയിട്ട് ജാൻവരി മന്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എക്സൈറ്റ്മെന്റോട് കൂട്ടിയിട്ടുള്ള യാത്രയാണ്. അതായത് നിങ്ങൾ ഇതുവരെ പോവാത്തൊരു പ്ലേസിലായിരിക്കാം, ഒരു പോവാത്തൊരു ജേർണി ആയിരിക്കാം. ഇതുവരെ യാത്ര ചെയ്യാത്തൊരു സിറ്റുവേഷനിൽ കൂടെ ജാൻവരി മന്ത് നിങ്ങൾ പോകുന്നുണ്ട്. നിങ്ങളൊരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പോവാ എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2, വെരി കെയർഫുൾ. ജാൻവരി മന്ത് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ, ഓക്കെ, കാരണം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം, നിങ്ങളുടെ എനർജി ഒരുപാട് സേവ് ചെയ്യേണ്ട ഒരു ടൈമാണ്. സോ വെരി കെയർഫുൾ നിങ്ങൾ ആരൊക്കെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ജാൻവരി മന്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്, അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആളുകൾക്ക് നിങ്ങളുടെ ഒരു ചേഞ്ച് ഇഷ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളെ ഡിസേർവ് ചെയ്യാത്ത ആളുകൾ റിട്ടേൺ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇന്റൻഷൻ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട് ജാൻവരി മന്ത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചില ധൈര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വീണ്ടും സ്വപ്നം കാണാൻ പഠിക്കുന്ന ചില ലൈഫ് മൊമെന്റ്സ് നിങ്ങൾക്ക് ജാൻവരി മന്ത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വീണ്ടും ലൈഫിനോട് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ, വീണ്ടും ലൈഫിനെ പറ്റിയിട്ട് സ്വപ്നം കാണിക്കുന്ന ചില മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ജാൻവരി മന്ത് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ഓൾ ഓഫ് സഡൻ നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത്, അത് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, ചില ആളുകളുടെ ലൈഫിൽ നിന്നായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്ന സമയത്ത്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില മാറ്റങ്ങൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പാനിക് ആവാതിരിക്കാം. ഓക്കെ, കാരണം ജാൻവരി മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ട് ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, നിങ്ങളെ ചാർജ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് ഡിവൈൻ ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ജാൻവരി മന്ത് നിങ്ങളെ ഹീൽ ചെയ്യാണ്, നാച്ചുറലി നിങ്ങളെ ഹീൽ ചെയ്യാണ്, ചാർജ് ചെയ്യാണ്, നിങ്ങളുടെ ഒരു റൈറ്റ് വേർഷനിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ചാർജ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, കാരണം നിങ്ങൾ എന്തൊക്കെയോ സിറ്റുവേഷൻസ് കാരണം ഒരുപാട് എക്സോസ്റ്റഡ് ആയിട്ടുള്ളത് മേ ബി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ള സിറ്റുവേഷനും ഇതിനു മുന്നേ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻഡ് ആക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഓർ ചില ആളുകൾക്ക് നിങ്ങളെ ചാർജ് ആക്കേണ്ടത് നിങ്ങൾ എന്തൊരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, പുതിയൊരു ജേർണിയിലേക്ക് നിങ്ങൾ വരികയാണ്. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഒരു ബ്രേക്കിംഗ് ടൈം, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഒരു കൂളിംഗ് ടൈം ആണ്. ഓക്കെ, സോ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട, നിങ്ങൾ റിലാക്സ് ചെയ്യേണ്ട ഒരു ടൈമാണ് ജാൻവരി മന്ത്. കാരണം അതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് ജേർണി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, യാത്ര ചെയ്യുന്നുണ്ട്. ചില ആളുകൾ മേ ബി ഫെബ്രുവരി മന്ത് നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം. മാർച്ച് ഫെബ്രുവരി മന്ത് നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യാനുള്ള എന്തെങ്കിലും പ്രിപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ജാൻവരി മന്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ചില ആളുകൾ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ എന്തെങ്കിലും റൊമാൻറ്റിക് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ പ്രിപ്പയർ ഫോർ ദാറ്റ്. ഓക്കെ, സോ ഒരുപാട് യങ് ആയിട്ട് തോന്നുന്ന ചില ലൈഫ് മൊമെന്റ്സ്. Group number 2, what's really going on? Group number 2, commitment, high level commitment. Okay, so relationship, romantic life. Group number 2, what's really going on? ഓക്കെ, സോ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമാണ്, പുതിയ ആളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പുതിയ ബിഗിനിങ് ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ചിലത് റീകണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. ഓർ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളെ ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്ന ആളുകൾ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ അവരായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ വിട്ടിട്ട് നിങ്ങളെ കംപ്ലീറ്റ്ലി ചാർജ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ്സ് ആണ് ഉണ്ടാവുന്നത്. ഇറ്റ്സ് എ കൺഫർമേഷൻ.
ഓക്കെ, അത് നിങ്ങൾ സംഭവിക്കും എന്നുള്ളതല്ല. നിങ്ങൾ ഡെഫിനറ്റ്ലി ജനുവരി മന്ത് ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള റൊമാൻറ്റിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാർട്ട്ണർഷിപ്പ് ജനുവരി മന്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹോം ഫീലിങ്സ് തോന്നുകയാണ്, റിലേറ്റഡ്. ഓക്കെ, നിങ്ങൾക്ക് വീടായിട്ട് തോന്നുന്ന അതുപോലത്തെ ഒരു പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യാണ്, അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്, അതുപോലത്തെ ഒരു ജേർണിയിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. അതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും കൺഫേം ചെയ്യുന്നത്. നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുക, നിങ്ങൾ ചാർജ് ചെയ്യണം ഇൻ ദ സെൻസ് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരണം, ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറൈറ്റ്, നിങ്ങൾ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ചില റിലേഷൻഷിപ്പ് ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. മേ ബി യാത്രയുടെ ഭാഗമായിട്ട് നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളൊരു ടൈമിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മേജർ ആയിട്ട് ആളുകൾക്ക് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സി, നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന്, നിങ്ങൾ ഏതെങ്കിലും മൂൺ വിഷസ് റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. ഏതൊരു ടൈമിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. മേ ബി ഒരു 8 months ബിഫോർ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. ജനുവരി മന്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ എന്തൊരു ഫുൾ മൂൺ വിഷ് ഓർ മൂൺ വിഷ് ഈ മന്ത് ജനുവരി മന്ത് നിങ്ങളുടെ റിയാലിറ്റിയിൽ സംഭവിക്കുന്നുണ്ട് ഫോർ ഷുവർ. ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, കാരണം ഇത് നിങ്ങൾ എഴുതി നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ഡ്രീം ചെയ്ത് അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് മേ ബി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾക്ക് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം. ചില ആളുകൾക്ക് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, റൈറ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചേസ് ചെയ്യുന്നതോ ഒന്നുമല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത്. ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ മതി മറക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, സന്തോഷം ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പേടി, ആൻസൈറ്റി അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടേക്കുക. ആൻഡ് കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും ഡ്രീം വിഷ് നിങ്ങൾക്ക് അത്ര സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് തോട്ട്സ്, ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടേക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടേക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വർത്ത് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, എനർജറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളെ ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫിസിക്കലി ഇൻ ദ സെൻസ് ലൈക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നിങ്ങൾ ആരൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ആരുടെ കൂടെയാണ് സംസാരിക്കുന്നത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളുടെ കൂടെയുള്ള ആളുകൾ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, കുറച്ചു കാലം നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവരുടെ വിശ്വാസങ്ങളും അവരുടെ രീതികളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അത് എസ്പെഷ്യലി നിങ്ങളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഫ്രണ്ട്ഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ എക്സ്ഹോസ്റ്റഡ് ആക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തുനിന്നോ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളുടെ അടുത്തുനിന്നോ ഉണ്ടെങ്കിൽ മാറി നിൽക്കുക. കാരണം ഈ ഒരു സമയം ജനുവരി മന്ത് നിങ്ങൾ ഹൈലി ചാർജ് ചെയ്യേണ്ട ഒരു ടൈമാണ്. യോർ ജനുവരി മന്ത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, മേ ബി നിങ്ങൾ ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കാൻ നിങ്ങൾ വിടുന്നില്ല. കാരണം മേ ബി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിട്ടു പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതായിരിക്കും മേ ബി നിങ്ങൾക്ക് കുറച്ച് എക്സോസ്റ്റഡ് ആയിട്ട് തോന്നുന്നത്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അത് മെയിൻ ആയിട്ട് നിങ്ങളുടെ കമ്മിറ്റ്മെന്റിലാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ജനുവരി മന്ത് നിങ്ങൾക്ക് അത്രയൊരു ഇഷ്ടമുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള എന്തെങ്കിലും ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് മേ ബി നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇഷ്ടമുള്ള വ്യക്തി ഇൻ ദ സെൻസ് ലൈക്ക് മേ ബി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് തരുന്ന ആളുകളായിരിക്കാം. അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി റൊമാൻറ്റിക് സിറ്റുവേഷനിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കണം എന്നില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളായിരിക്കണം എന്നില്ല. ഓക്കെ, സോ ഈ ഒരു സമയത്ത് അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ, അയാളെ തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്, അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ നിങ്ങൾ വിട്ടേക്കുക. ആൻഡ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക. ഓക്കെ, ജനുവരി മന്ത്, കാരണം ജനുവരി മന്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അൺഫോൾഡ് ആവുന്നുണ്ട്. സോ അത് നിങ്ങൾ റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2,
സോ നിങ്ങളുടെ ആ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നാലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓൾറൈറ്റ്, നിങ്ങളുടെ ത്രോട്ട് ചക്ര ഒരുപാട് ഹീൽ ചെയ്യുന്ന ക്ലെൻസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. മെയിൻ ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ സൗണ്ട് ഒരുപാട് അട്രാക്റ്റീവ് ആവുന്നുണ്ട്. നിങ്ങളുടെ സൗണ്ട് സംസാരം ഒരുപാട് അട്രാക്റ്റീവ് ആവുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ സൗണ്ടിലും സംസാരത്തിലും മാറ്റം വരുന്ന ഒരു ടൈമാണ്. മേ ബി ചില ആളുകൾ, മേ ബി നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ബോയ്സ്, നിങ്ങളുടെ വോയിസിലൊക്കെ ചില ചേഞ്ചസ്, ഒരു മാസ്കുലിൻ വോയിസിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി ബോയ്സ്. ഓൾറൈറ്റ്, ഓർ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗണ്ടിനൊരു ഗൗരവം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സൗണ്ടിനൊരു പവർ ഉണ്ടാവുന്നുണ്ട്, വളരെ അട്രാക്റ്റീവ് ആവുന്നുണ്ട് നിങ്ങളുടെ സംസാരം. നമ്പർ 2, ആൻഡ് നിങ്ങൾ സംസാരം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നും ലൈക്ക് മേ ബി ചില ആളുകളുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സൗണ്ടിന് എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, നിങ്ങളുടെ സൗണ്ട് നിങ്ങൾക്ക് തന്നെ ഇഷ്ടമാവുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ജാനുവരി മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്, റിയലൈസ് ചെയ്യുന്ന ഒരു ടൈമാണ്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതാണ് നിങ്ങൾക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ചില ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട്, ചില ആളുകളുടെ അടുത്ത് ആ ഒരു ഇന്റിമസിയിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഇതുവരെ നിങ്ങൾ കണക്ട് ചെയ്യാത്ത കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ഒരു ഹാപ്പിനെസ്, മേ ബി നിങ്ങൾ ഒരു ടൈമിൽ ഒരുപാട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ജാനുവരി മന്ത് ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഗ്രേറ്റ് അവയർനെസ് ആണ്, നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു തിരിച്ചറിവാണ് ജാനുവരി മന്ത് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഓക്കെ, സോ ഗെറ്റ് റെഡി. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ ചാർജ് ചെയ്യേണ്ട ഒരു ടൈമാണ് ജാനുവരി മന്ത്. കാരണം ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് നിങ്ങളുടെ മേജർ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നുണ്ട്. സോ അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി കൊടുക്കുക. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സംഭവിക്കാൻ വിട്ടുകൊടുത്തേക്കാം. ചില കാര്യങ്ങൾ സംഭവിക്കുന്ന പോലെ പോട്ടെ, എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള കാര്യം, റൊമാൻസ് എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, യു ആർ കമ്മിങ് ബാക്ക് ടു യുവർ ഹോം, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അത് മേ ബി നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഹോം ഫീലിങ്സ് തോന്നുന്നത് നിങ്ങളുടെ ഒരു സംസാരം റിലേറ്റഡ് ആവുന്നുണ്ട്. മേ ബി നിങ്ങൾ അങ്ങനെ ഒരു സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും അധികാരം ഓർ അങ്ങനത്തെ എന്തെങ്കിലും വോയിസ് ചേഞ്ച് ഓർ മേ ബി നിങ്ങൾ പാട്ട് പാടുന്ന ആളുകളോ ഡബ് ചെയ്യുന്ന ആളുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, മീഡിയ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗണ്ടിന് എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്. ലൈഫായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. Hello, group number 3, your January month reading. What major blessings are coming for you? And group number 3, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഗ്രൂപ്പ് നമ്പർ 3 ഈ ഒരു സമയം നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടൈമാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഹീൽ ചെയ്യണം, കൂടുതൽ ഓപ്പൺ ആവണം. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. എക്സ്പ്രസ് ചെയ്യണം, സംസാരിക്കണം, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. നിങ്ങളുടെ വൾനറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, നിങ്ങൾ പാർട്ട്ണറുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, കാരണം ജനുവരി മന്ത് നിങ്ങൾക്ക് ഒരുപാട് റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരുപാട് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് കൂടുതൽ വൾനറബിൾ ആവുക, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, ഇമോഷണൽ ആവുക. ഓക്കെ, സോ അത് നല്ലതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ കണക്ട് ചെയ്യാനും ഹീൽ ചെയ്യാനും നിങ്ങൾക്ക് കൂടുതൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ കണക്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്, ഹീൽ ചെയ്യേണ്ട ടൈമാണ്. നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വൾനറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഇമോഷൻസ് എന്താണ്. ആസ് എ ഫ്രണ്ട് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു ടൈം കൂടിയാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം, കണക്ട് ചെയ്യണം, റീകണക്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഗ്രൂപ്പ് നമ്പർ 3, ലെറ്റ്സ് സീ എന്താണ് ജനുവരി മന്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മേജർ ബ്ലെസ്സിങ്സ്. ഗ്രൂപ്പ് നമ്പർ 3, what you need to hear. Group number 3, your January month. What major blessings are coming for you? Love. Okay, emotions, fulfillment ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. ഓക്കെ, സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ,
ഒരു കൂടുതൽ എസെൻസ് കൂടെ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ ആഡ് ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, അതിന്റെ ഒരു ബ്യൂട്ടി ഇന്റൻസ് ഒക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ജനുവരി മന്ത് നിങ്ങൾക്ക് പല ആളുകളുടെ അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ പാരന്റ്സ് ആയിട്ടായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം, നിങ്ങൾ അത്ര കണക്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളതോ ഹീൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, കാരണം ചില ആളുകൾക്ക് നിങ്ങൾക്ക് റീകണക്ട് ചെയ്തിട്ട് ചില സിറ്റുവേഷൻസ് ഹീൽ ചെയ്യാനും ഫൊർഗീവ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറെ കാലത്തിന് ശേഷം റീകണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ബെസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, ഫൊർഗീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളടുത്തൊരു ഫൊർഗീവ്നെസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ, മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ആളുകളെ ട്രസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഓർ അങ്ങനത്തെ എന്തെങ്കിലും പാസ്റ്റ് സിറ്റുവേഷൻസ് നിങ്ങൾ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യാൻ സാധിക്കുന്ന ചില ലൈഫ് മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്, സേഫ് ആണ്. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ ചില ഇന്റൻഷൻസ് കൂടെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ നിങ്ങൾ അത് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഡിവൈൻലി നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം ചില ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആവേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, നിങ്ങൾ സേഫ് ആയിട്ട് നിൽക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ടാവും. ഓൾ ഓഫ് സഡൻ ചില ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഓൾ ഓഫ് സഡൻ ചില ആളുകളുടെ ഇന്റൻഷൻ, ആ ഒരു ബിഹൈൻഡ് എന്താണോ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ളത് അത് മേ ബി നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്കത് കാണേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ അയാൾ എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചല്ലോ, ഞാൻ ഇത്ര ട്രസ്റ്റ് ചെയ്തിട്ടും എങ്ങനെ ഞാൻ അനുഭവിച്ചല്ലോ എന്ന് വിചാരിക്കാതെ നിങ്ങൾ ചില കാര്യങ്ങൾ കാണണം, നിങ്ങളുടെ കണ്ണിൽ കാണണം. മനസ്സിലാക്കുക ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ അവിടെ സേഫ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ റൈറ്റ് ആയിട്ട് ഗൈഡ് ആവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് ലൈഫ്, ഫിസിക്കൽ ഇന്റിമസി ഒക്കെ ജനുവരി മന്ത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻസ് ഡെഫിനറ്റ്ലി ജനുവരി മന്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈൻ ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ജനുവരി മന്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം, ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില ആളുകളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ആ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ ആ ഒരു കാര്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണെന്നുണ്ടെങ്കിലും ആളുകളാണെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കാത്ത ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ജനുവരി മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഒരുപാട് ആളുകൾ അതിനെ ചുറ്റുപറ്റി ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ആളുകൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഉണ്ടാവുന്നുണ്ട്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന അതിനിറങ്ങി വരുന്ന സമയത്ത് മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടൈം ഉണ്ടാവുന്നുണ്ട്. ബട്ട് മേജർ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ഒരു സിമ്പതി, എംപതി ഒക്കെ നിങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ആൻഡ് അങ്ങനത്തെ ഒരു നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു എംപാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഫീലിങ്സ് ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ജനുവരി മന്ത് നിങ്ങൾ കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ കൂടുതൽ ഒരു ഡിഫറെന്റ് ലെവലിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആളുകളുടെ അടുത്തുനിന്നോ ഒരു പ്രൊട്ടക്ഷൻ മേ ബി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ജനുവരി മന്ത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. സൈക്കിക് എക്സ്പീരിയൻസ്, ഓക്കെ, ലൈക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജനുവരി മന്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓർ നിങ്ങളുടെ എന്തെങ്കിലും സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റി ആയിരിക്കാം. ഓക്കെ, ചില ആളുകള് മെഡിക്കൽ ഫീൽഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഓർ സൈക്കിക്കലി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന ആളുകളായിരിക്കാം, ലൈക്ക് ടാരോട്ട്
astrologer or healer ആയിരിക്കാം, മേ ബി നിങ്ങൾ ഹീലർ ആയിരിക്കാം. ഓക്കെ, സോ ജാനുവരി മന്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങള് നമ്മുടെ ലൈഫിൽ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ഒരു ഹെൽപ്പ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാനുവരി മന്ത് നിങ്ങൾക്ക് സ്വയം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ നിൽക്കണം, നിങ്ങളുടെ സിറ്റുവേഷൻസ് എങ്ങനെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫേവർ ആയിട്ട് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ജാനുവരി മന്ത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യണം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ കാര്യങ്ങള് നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ളതോ സൈക്കിക് ആയിട്ടുള്ള കഴിവുകളുള്ള ആളുകളായിരിക്കാം ബൈ ബർത്ത്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു പാഷൻ, ചില ആളുകൾ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്നതായിരിക്കണം. ഓൾറൈറ്റ്, ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ജേർണിയാണ്, നിങ്ങളുടെ ലൈഫിന്റെ തന്നെ ഒരു ന്യൂ ജേർണിയാണ്. ഓക്കെ, നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന ലൈഫ് മൊമെന്റ്സ് പാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ജാനുവരി മന്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കൂടുതൽ കണക്ട് ആവുന്നതും നിങ്ങൾ സേഫ് ആവുന്നതും പ്രൊട്ടക്ട് ആവുന്നതും നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ജേർണിയിൽ കൂടെ നിങ്ങൾ പോകുന്ന ഒരു ടൈം ആയിരിക്കാം. നിങ്ങൾ സ്പിരിറ്റ് ആയിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, വളരെ ഇന്റൻസ് ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, ഒന്നുകിൽ നിങ്ങൾ ആ ഒരു കണക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കണക്ഷനിൽ കൂടെ നിങ്ങൾ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, ഡിഫറെന്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുക എന്നുള്ളതല്ല, അവിടെ നിന്ന് എന്തൊക്കെയോ പഠിച്ച് ലേൺ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കൂടുതൽ ഒരു പുതിയ എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി ജാനുവരി മന്ത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ നിങ്ങളൊരു ന്യൂ ഗ്രോത്തിന് വേണ്ടി. ഓക്കെ, നിങ്ങളുടെ സോൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ ചില റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകള്, അതാണ് ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ കുറെ കാലത്തിന് ശേഷം ചില ആളുകളിലേക്ക് നിങ്ങൾ റീകണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്നുള്ള ആളുകളിൽ സോൾ കണക്ഷൻ തോന്നുന്ന ആളുകൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് വളരെ പേഴ്സണൽ ആയിട്ട് എടുക്കാതിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്ന് അങ്ങനെ ആരെങ്കിലും വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് വരുന്നു, ട്വിൻ ഫ്ലെയിം വരുന്നു, അല്ലെങ്കിൽ അതുപോലത്തെ റിലേഷൻഷിപ്പ് ചേഞ്ചസ് എന്ന് പറയുന്ന സമയത്ത് അതിനൊരു ഇന്റൻഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരിക എന്നുള്ളതല്ല. സോ അങ്ങനത്തെ ഒരു കണക്ഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് കോ ഡിപ്പെൻഡഡ് ആവാതെ അല്ലെങ്കിൽ ഒരുപാട് ഓവർ എക്സ്പെക്ട് ചെയ്യാതെ ഹെൽത്തി ആയിട്ട് ചില സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ടൈമാണ്. കാരണം നിങ്ങൾ സ്പിരിച്വലി കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ടൈമാണ്, അവേക്കൻ ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പ് കൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കണം, സഫർ ചെയ്യുന്നുണ്ടായിരിക്കണം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഓർ മേ ബി ഇതുപോലത്തെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജാനുവരി മന്ത് നിങ്ങൾക്ക് ഒരു പുതിയൊരു ഇൻസൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എന്താണെന്ന് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്രൂപ്പ് നമ്പർ 3, your January month reading. ഗ്രൂപ്പ് നമ്പർ 3, ചില സിറ്റുവേഷൻ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ വരണം. ഓക്കെ, കാരണം ചിലത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണ്, നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. സോ അവിടെ ചില കാര്യങ്ങൾ, വാക്കുകളൊക്കെ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ടായിരിക്കണം. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി വാക്കുകൾ. ഓക്കെ, ആരെങ്കിലും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ബ്രേക്ക് ചെയ്തിട്ടുള്ള, നിങ്ങൾ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അത്ര ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഫൊർഗീവ് ദം. ഓക്കെ, അത് ആരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് മാപ്പ് കൊടുത്തേക്കുക. ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ഓക്കെ, കാരണം നിങ്ങളായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതല്ല. ഈ ഒരു ടൈമില് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളായിട്ടല്ല ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൾച്ചർ, നിങ്ങളുടെ റിലീജിയന്റെ ഒരു ബിലീഫിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചില സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം. ഡസന്റ് മീൻസ് ലൈക്ക് നിങ്ങൾ റിലീജിയൻസിന് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. സോ അവിടെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അത് മേ ബി ആ ഒരു വിശ്വാസമുള്ള ആളുകൾക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻസിന്, നിങ്ങളുടെ ഫാമിലിക്കോ റിലീജിയനോ
എതിരായിട്ടുള്ള കാര്യമായിരിക്കാം മേ ബി. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മേ ബി നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിലീഫിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ പോകുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ആണ്. മെയിൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ആളുകളുടെ വാക്കുകളിലോ അല്ലെങ്കിൽ പാസ്റ്റിലോ എന്തോ ആയിക്കോട്ടെ, മേ ബി നിങ്ങൾ വളരെ ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ ഒരു മൊമെന്റിലെ സിറ്റുവേഷൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, മൂവ് ഓൺ ചെയ്യണം എന്നുള്ളതാണോ, ഓർ മേ ബി നിങ്ങൾ ഫുഗീവ് ചെയ്യണം എന്നുള്ളതാണോ, നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ എന്തെങ്കിലും പാസ്റ്റ് കർമാസ് നിങ്ങൾ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലോ, ഓർ ചില മെമ്മറീസ് നിങ്ങൾ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഹീൽ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പവർ ഉണ്ട്. മേ ബി നിങ്ങൾ ഹീൽ ചെയ്യാൻ പഠിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് പവർ ഉണ്ടായിരിക്കാം. സോ സ്വയം നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈമിൽ മറ്റുള്ള ആളുകളെയും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ജനുവരി മന്ത്, മേ ബി ലൈക്ക് സെയിം സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു മാറ്റമില്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കണം. ഓക്കെ, ഓർ ചില സെപ്പറേഷൻസ് നിങ്ങൾ വളരെ പേഴ്സണൽ ആയിട്ട് എടുക്കാതിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾ ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചില സെപ്പറേഷൻ നിങ്ങൾക്ക് നല്ലതാണ്, ചില സിറ്റുവേഷൻസ് റീകണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 your January month. സ്പിരിച്വൽ സ്ട്രെങ്ത്, സോ ടേക്ക് ഇറ്റ് ആസ് എ കൺഫർമേഷൻ. നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു ടൈമാണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ഹേർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ട് നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ബട്ട് അതൊക്കെ നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമാണ്. അത് നിങ്ങൾ ഇന്റൻഷനലി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഓക്കെ, ഈ ഒരു സമയത്ത് സ്പെഷ്യലി ജനുവരി മന്ത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, നിങ്ങളുടെ ആത്മാഭിമാനം, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടൈമാണ്. ആൻഡ് നിങ്ങളുടെ ആത്മാഭിമാനം കൂട്ടുന്ന കാര്യത്തിലേക്ക് ജനുവരി മന്ത് നിങ്ങൾ എൻഗേജ്ഡ് ആവുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന ലൈഫ് മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നത്, വളരെ പെയിൻഫുൾ ആയിട്ട് നിങ്ങൾ വിട്ടു നിൽക്കുന്നത്. ഓക്കെ, യാത്ര ചെയ്യാണ്, പുതിയ പ്ലേസിലേക്ക് നിങ്ങൾ വരലായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഡിവൈൻലി സേഫ് ആണ്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ചില പ്ലേസിൽ നിന്നും ചില ആളുകളുടെ അടുത്ത് നിങ്ങൾ മാറി നിൽക്കണം. ഓക്കെ, കാരണം അത് നിങ്ങൾക്കുള്ളൊരു സ്പിരിറ്റ് ഗൈഡൻസ് ആണ്, ഡെസ്റ്റിനിയാണ്. ഗ്രൂപ്പ് നമ്പർ 3 ഒന്നും വളരെ പേഴ്സണൽ ആയിട്ട് എടുക്കാതിരിക്കുക. നല്ലത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ എടുക്കുക. ആൻഡ് അവിടെ നിന്ന് എന്താണോ ഗ്രോ ചെയ്യേണ്ടത്, അവിടെ നിന്ന് എന്താണോ മാറ്റം വരുത്തേണ്ടത്, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ചില കണക്ഷൻസ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില കണക്ഷൻസ് ഗ്രോ ചെയ്യാൻ നിങ്ങൾ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പവർ. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് ബെസ്റ്റ് വേർഷൻ റീക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ, ബിൽഡ് ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ജനുവരി മന്ത് നിങ്ങൾക്ക് അത്ര വലിയ ഈസി ആയിട്ടല്ല പോവുക. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങളുടെ ആ ഒരു ജേർണി എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് സെൽഫ് ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. ആൻഡ് നിങ്ങളുടെ സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റീസ്, നിങ്ങൾ എന്താണെന്നുള്ളത്, ഓക്കെ, എല്ലാവർക്കും ഇത് സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റി എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു സെൽഫ് പ്രൗഡ്, നിങ്ങൾക്ക് ഒരു സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ, നിങ്ങളുടെ ഒരു ഓത്തന്റിക് സെൽഫിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് തോന്നാണ് ചില ആളുകളെ ഫൊർഗീവ് ചെയ്യണം, ചില ആളുകളായിട്ട് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് റീകണക്ട് ചെയ്യണം, നല്ല ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹീൽ ചെയ്യാം. മേ ബി പോണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ടു ഹീൽ ദ സിറ്റുവേഷൻ. ഓൾറൈറ്റ്, ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.